ഭാഗ്യലക്ഷ്മിയെ സുരക്ഷിതമായ ഏതെങ്കിലും സ്ഥലത്ത് എത്തിക്കണമെന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് വീട്ടിൽ നിൽക്കുന്നത് ശരിയല്ല. ചുറ്റിനുള്ളവർ എന്തെങ്കിലും പറയൂന്ന് കരുതിയാണോ? അവർക്ക് പറഞ്ഞുണ്ടാക്കാൻ ഒരുപാട് കാരണങ്ങളൊന്നും വേണ്ടല്ലോ. അതെന്തായാലും ഭാഗ്യത്തിന്റെ ജീവിതത്തെ ബാധിക്കും. അങ്ങനൊരു പേടി എനിക്കില്ല. നമുക്ക് രണ്ടുപേർക്കും വിശ്വാസമുള്ള സ്ഥിതിക്ക് നാട്ടുകാരെ പേടിക്കുന്ന എന്തിന്? എന്തിനാ വെറുതെ ആളുകളെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുന്നത്? എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കുന്നതിന് മുമ്പ് മാറി താമസിക്കാം. അത് തന്നെയാ നല്ലത്. ഞാൻ കാരണം സൈമൺ ഒരു വിഷമം ഉണ്ടാവരുത്, അത്രയേ ഞാൻ നോക്കിയിട്ടുള്ളൂ. എന്തായാലും തക്ക സമയത്ത് പരമേശ്വരമെന്നെ വിളിച്ചല്ലോ, അത് കുറെ ആശ്വാസമായി. വീട്ടിലേക്ക് തിരിച്ചു പൊയ്ക്കൂടെ സൈമണിന്? വെറുതെ എന്തിനാ ഇങ്ങനൊരു വാടക വീട്? അവിടെ അവരെന്നെ കയറ്റിയില്ലെങ്കിലോ? ആർക്കും മനസ്സിലായിട്ടില്ലെങ്കിലും അപ്പന് സൈമണിനെ മനസ്സിലാവുമായിരിക്കും. അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോ ആലോചിക്കുന്നില്ല. ആലോചിക്കണം. ഞാനാണ് അവർക്കൊക്കെ പ്രശ്നം. എന്നെ കൊണ്ടുള്ള ശല്യം തീർന്നു എന്നറിഞ്ഞാ അവര് തീർച്ചയായിട്ടും സൈമണിനെ സ്വീകരിക്കും. ഒന്നുമില്ലെങ്കിലും സൈമണിന്റെ അപ്പച്ചനും അമ്മച്ചിയല്ലേ അവിടെ ഉള്ളത്? എല്ലാം ആലോചിക്കാന്ന് പറഞ്ഞില്ലേ? ആലോചിക്കണം. ഇവിടെ ഒറ്റയ്ക്ക് എന്തെങ്കിലും വെച്ചുണ്ടാക്കി തരാൻ ഒരാളില്ലാതെ അത് ഓർക്കുമ്പോഴാ എനിക്ക് കൂടുതൽ വിഷമം. എന്താ സൈമ? പോകുന്നത് പരമേശ്വരമ്മയുടെ മുമ്പിലാ. അതിന് എന്താ? അവര് ശരിക്കും ആത്മാർത്ഥമായിട്ടാണോ നിന്നെ വിളിച്ചത്? അമ്മ ഇപ്പോ പഴയതുപോലൊന്നുമല്ല. എന്നോട് നല്ല സ്നേഹം തന്നെയാ. അല്ലെങ്കിൽ ഈ ഒരു അവസരത്തിൽ ഇവിടെ വന്നെന്നെ വിളിക്കില്ലല്ലോ. അവരെ വിശ്വസിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ഒരു കാലത്ത് നിന്നെ ഒരുപാട് ദ്രോഹിച്ചതല്ലേ. അവർ ഏത് നിമിഷവും തിരിച്ചു കുത്തിയേക്കും. അങ്ങനൊന്നും ഓർത്ത് സൈമൺ വിഷമിക്കണ്ട. അവിടെ അവരാരും എന്നെ ഒന്നും ചെയ്യില്ല, അതെനിക്ക് ഉറപ്പാ. എനിക്കവിടെ ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. അങ്ങനൊരു വിശ്വാസം ഭാഗ്യലക്ഷ്മിക്കുണ്ടെങ്കിൽ ഞാൻ തടയില്ല. നീ തീർച്ചയായും പോണം. പക്ഷേ സൈമന്റെ സമ്മതം എനിക്കുണ്ടായിരിക്കണം. പറഞ്ഞില്ലേ, സമ്മതം. എന്റെ പരിപൂർണ സമ്മതം. നീ നന്നായിരിക്കാൻ വേണ്ടി മാത്രം ആഗ്രഹിക്കുന്ന ഒരു ഏട്ടനാണ് ഞാൻ. അവിടെ നിനക്ക് സുഖമായിരിക്കും. എന്നും സുഖമായിരിക്കാൻ പ്രാർത്ഥിക്കാം. ഭാഗ്യലക്ഷ്മി. എന്താ സൈമ? പരമേശ്വരമ്മ ചതിക്കില്ലായിരിക്കും അല്ലേ? സൈമന്റെ മനസ്സിൽ ആ ഒരു ചിന്ത ഇപ്പോഴും കിടക്കുന്നു. കളവ് പറയുന്നില്ല, ഉണ്ട്. എത്ര ശ്രമിച്ചിട്ടും അത് മനസ്സിലിങ്ങനെ കൊളുത്തിപ്പിടിച്ച് നിൽക്കുന്നത് പോലെ. ഒരുപാട് ചെയ്തു കൂട്ടിയവരല്ലേ, എങ്ങനെ വിശ്വസിക്കും? എനിക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാ ഇപ്പൊ കാളിയാർ മഠത്തിലെ അമ്മ. എന്തായാലും എനിക്ക് അവരെ ഒന്ന് കാണണം, സംസാരിക്കണം. എന്നാലേ മനസമാധാനം കിട്ടത്തുള്ളൂ. സൈമണിനെ കണ്ട് സംസാരിക്കണമെന്ന് അമ്മയും പറഞ്ഞിരുന്നു. ഞാനാ വേണ്ടാന്ന് പറഞ്ഞത്. സൈമൺ സംസാരിച്ചോളൂ. സൈമന്റെ എല്ലാ സംശയവും തീർന്നതിന് ശേഷം ഞാൻ തീരുമാനിച്ചാൽ മതി ഞാൻ കാളിയാർ മഠത്തിലെ അമ്മയുടെ അടുത്തേക്ക് പോണോ വേണ്ടയോന്ന്. ഞാനൊന്ന് സംസാരിക്കട്ടെ. ചെയ്തതൊക്കെ ദ്രോഹങ്ങൾ മാത്രമാ. ഒരിക്കൽ പോലും സ്നേഹമായിട്ട് പെരുമാറുന്നത് കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ഒരാളിന്റെ കൂടെ ഭാഗ്യലക്ഷ്മിയെ അയക്കാൻ സൈമൺ മടി കാണിക്കുന്നതിൽ എനിക്ക് വിഷമമൊന്നും തോന്നില്ല. സൈമണോടുള്ള ബഹുമാനം കൂടിയിട്ടേ ഉള്ളൂ. ഭാഗ്യലക്ഷ്മി ഒരു പാവം പെൺകുട്ടിയാ. ആരെന്തു പറഞ്ഞാലും വിശ്വസിക്കും. കാരണം അവളുടെ മനസ്സിൽ കളങ്കമില്ല. ഞാൻ അവളെ ചതിച്ചു കൊണ്ടുപോവുകയാണെന്ന് കരുതണ്ട. അങ്ങനെയല്ല. നിനക്ക് എങ്ങനെ തോന്നിയാലും കുറ്റം പറയാൻ പറ്റില്ല സൈമ. എനിക്കിപ്പോ ഏറ്റവും പുച്ഛം തോന്നുന്നത് ആരോടാണെന്നറിയോ? എന്നോട് തന്നെ. ജീവിതം എന്താണെന്നോ അതെങ്ങനെയൊക്കെ ആയിരിക്കണമെന്നോ എനിക്കറിയില്ലായിരുന്നു. ഭാഗ്യലക്ഷ്മിയും വല്യമ്മച്ചിയും കൂടിയാ എനിക്കത് പഠിപ്പിച്ചു തന്നത്. ഭാഗ്യലക്ഷ്മിയെ കൊണ്ടുപോകട്ടെ എന്ന് ഞാൻ ചോദിച്ചത് പഴയതുപോലെ ഉപദ്രവിക്കാനല്ല. അവളെ കൊണ്ടുപോകാൻ സമ്മതമെന്ന ഒരു വാക്കേ എനിക്ക് വേണ്ടു.
എന്നെ വിശ്വസിക്കാൻ നിനക്ക് പ്രയാസമുള്ളതുപോലെ നിന്നെ വിശ്വസിപ്പിക്കുവാൻ ഞാനും പ്രയാസപ്പെടുകയാ. ശിവകാമിക്ക് ഇഷ്ടമാവോ ഭാഗ്യലക്ഷ്മി അവിടെ വരുന്നത്? അവളുടെ ഇഷ്ടം ഞാൻ നോക്കുന്നില്ല. പക്ഷേ ഒരു കാര്യത്തിൽ നിനക്ക് ഞാൻ ഉറപ്പു തരാം, ഭാഗ്യലക്ഷ്മിയെ ഞാൻ എന്റെ സ്വന്തം മോളെ പോലെ നോക്കിക്കൊള്ളാം. കാളിയാടനോ? അവനെയല്ല ഞാൻ അവിടുന്ന് ഇറക്കി വിട്ടില്ലേ. സൈമ, ഭാഗ്യലക്ഷ്മി മറ്റാരുടെ കൂടെ നിൽക്കുന്നതിനേക്കാളും കരുതലും സംരക്ഷണവും നിന്റെ അടുത്ത് അവൾക്കുണ്ടെന്ന് എനിക്കറിയാം. ഭാഗ്യലക്ഷ്മിയെ പറഞ്ഞുവിടുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. എവിടെയായാലും അവള് സുഖമായിരിക്കണം. ആ ഒരു ഉറപ്പ് ഞാൻ നിനക്ക് തന്നില്ലേ? ഭാഗ്യലക്ഷ്മിക്ക് അവിടെ എന്റെ അടുത്ത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇനി അങ്ങനെ വല്ല സംശയം തോന്നിയാൽ സൈമൺ എപ്പോ വേണമെങ്കിലും അവിടേക്ക് വരാമല്ലോ. പരമേശ്വരമ്മ പൊക്കോളൂ. ഭാഗ്യലക്ഷ്മിയെ ഞാൻ പറഞ്ഞുവിടാം. ഇപ്പഴാ എനിക്ക് സമാധാനമായത്. നിന്റെ സമ്മതം ഇല്ലാതെ ഭാഗ്യലക്ഷ്മി വരില്ലാന്ന് പറഞ്ഞപ്പോ ഞാൻ ആകെ വല്ലാതായതാ. നിന്നെപ്പോലൊരു ഏട്ടനെ കിട്ടാൻ സത്യത്തിൽ പുണ്യം ചെയ്യണം സൈമ. പരമേശ്വരമ്മ പൊക്കോളൂ. ശരി. പരമേശ്വരമ്മേ, ഭാഗ്യലക്ഷ്മിയെ നല്ലോണം നോക്കണം. ഞാൻ ഇത്രയും പറഞ്ഞിട്ടും സൈമൺ എന്നെ വിശ്വാസമായില്ലേ? വിശ്വസിച്ചല്ലേ പറ്റൂ. അവൾക്കൊന്നും വരില്ല. സൈമൺ ധൈര്യമായിട്ടിരുന്നോളൂ. ആരാണാവോ പുതിയ അതിഥി? അല്ല, ഇതൊക്കെ ഒരുക്കുന്നോണ്ട് ചോദിച്ചതാ. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടണോന്ന് തോന്നി. ഇത്രയും കാലം ഇല്ലാത്തൊരു തോന്നല് ഇപ്പോഴെന്താന്നാ ചോദിച്ചത്. എന്തെങ്കിലും ആവശ്യം കാണും. ഞാൻ അറിയാത്ത എന്താവശ്യം ഉള്ളത്? ഞാൻ അറിയാത്ത പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നില്ലേ? എന്നോട് അനുവാദം ചോദിച്ചിട്ടാണോ നീയും ചെറിയമ്മാവനും കൂടി ചേർന്ന് ഹോമകുണ്ടം ഉണ്ടാക്കിയത്? എനിക്ക് പ്രായമായി വരികയാ. പോരാത്തതിന് പല അസുഖങ്ങളും ഉണ്ട്. പ്രായമാവുമ്പോ അസുഖങ്ങൾ വരുന്ന സാധാരണയാ. സാധാരണയാണ്. പക്ഷേ പ്രായമായവരെയും അസുഖക്കാരെയും നോക്കാൻ വീട്ടിൽ ആരെങ്കിലും ഒക്കെ കാണും. അമ്മയ്ക്ക് അസുഖം വരുമ്പോ ഞാൻ നോക്കില്ലെന്നാണോ? അതാണ് അനുഭവം. കിടന്നു പോയാൽ ഒരിറ്റ് വെള്ളം തരാൻ പോലും ആരും ഉണ്ടാവില്ലെന്ന് എനിക്ക് മനസ്സിലായി. പെറ്റു വളർത്തി ആളാക്കിയ നീ പോലും എന്നെ തിരിഞ്ഞു നോക്കില്ലെന്ന് എനിക്ക് ബോധ്യമായി. തിരിഞ്ഞു നോക്കിയെന്ന് വരില്ല. ഈ സ്നേഹവും കടപ്പാടും എന്നൊക്കെ പറയുന്നത് ഒരാൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമല്ല. അമ്മയായാലും മകളായാലും അതിങ്ങോട്ടുണ്ടെങ്കിലേ അങ്ങോട്ടും ഉണ്ടാവൂ. പിടിച്ചു വാങ്ങേണ്ട ഒന്നല്ലല്ലോ അത്. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്ത് കാര്യം? ഭാഗ്യലക്ഷ്മി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. കൊല്ലും ഞാൻ. ആരെ? എന്നെയോ അതോ അവളെയോ? എന്താ എന്താ നിങ്ങളുടെ ഭാവം? എന്റെ ഭാവം ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ. ഇനിയുള്ള കാലം എന്റെ കൂടെ ഭാഗ്യലക്ഷ്മി വേണം. ഇത്രയും കാലം ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെയും അതൊരു പ്രായശ്ചിത്തമാകുമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. പ്രായശ്ചിത്തം? ഈ പടി കയറാൻ സമ്മതിക്കില്ല അവളെ. ഞാൻ കാല് പിടിച്ച് വിളിച്ചിട്ടാ ഭാഗ്യലക്ഷ്മി വരാന്ന് സമ്മതിച്ചത്. എന്നാ വരണ്ട, നീ ഇപ്പൊ തന്നെ അവളെ വിളിച്ച് പറഞ്ഞേക്കെ. എന്റെ ശേഷിക്കുന്ന കാലം ഭാഗ്യലക്ഷ്മിയുടെ കൂടെ ആയിരിക്കുമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഹോ, എന്നോടുള്ള വാശി തീർക്കാൻ വേലക്കാരിയെ വിളിച്ചു വരുത്തി കൂടെ താമസിപ്പിക്കാനാണോ ഉദ്ദേശം? എനിക്കാരോടും വാശിയില്ല. ഉണ്ടെങ്കിൽ അതെന്നോട് തന്നെയാണ്. നീ പറയുന്നതനുസരിച്ച് നിനക്ക് വേണ്ടി, നിന്റെ വാശിയും വൈരാഗ്യം തീർക്കുന്നതിനു വേണ്ടി ഒരുപാട് കാലം കൂട്ടുനിന്നു പോയി എന്നൊരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. സ്വന്തം മകളോട് ഏതൊരമ്മയ്ക്കും ഉണ്ടായിരിക്കുന്ന ഒരല്പം സ്നേഹക്കൂടുതൽ. നീ പറഞ്ഞല്ലോ സ്നേഹം എന്ന സാധനം അമ്മയായാലും മകളായാലും അത് അങ്ങോട്ടുണ്ടായാലേ ഇങ്ങോട്ടും ഉണ്ടാവുള്ളൂ എന്ന്. ഞാൻ നിന്നെ സ്നേഹിച്ചതിന്റെ ഒരല്പമെങ്കിലും നീ ഇങ്ങോട്ട് സ്നേഹിച്ചിട്ടുണ്ടോ? നിനക്ക് പ്രതികാരം തീർക്കാൻ വേണ്ടിയുള്ള അത്യാഗ്രഹത്തിനു വേണ്ടിയല്ല,
അമ്മ നിനക്ക് കൂട്ടുനിന്ന് പോയത്. നിന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാ. പക്ഷേ അതിനെനിക്ക് കിട്ടി. എത്ര കണ്ടില്ലാന്ന് നടിച്ചിട്ടും ദ്രോഹിച്ചിട്ടും ഭാഗ്യലക്ഷ്മി എന്നെ സ്നേഹിച്ചു. ഉണ്ട ചോറിനുള്ള നന്ദിയായിട്ടല്ല. ആ കടമയൊക്കെ ഓരോ ദിവസത്തെ അടിച്ചുതളിയിലും അലക്കുകല്ലിലും അടുക്കള പാത്രങ്ങൾക്കിടയിലും അവൾ വീട്ടിൽ കഴിഞ്ഞു. ഒന്ന് നിന്നേ. വളച്ചുകെട്ടി ന്യായീകരിക്കണ്ട. ഭാഗ്യലക്ഷ്മി എന്ന ചൈതന്യമുള്ള വിഗ്രഹത്തെ ഈ വീട്ടിൽ പുനഃപ്രതിഷ്ഠിക്കാന്നുള്ള മോഹം അത് നടക്കില്ല. ഭാഗ്യലക്ഷ്മി ദൈവചൈതന്യം ഉള്ളവൾ തന്നെയാണ്. അവൾ ഈ വീട്ടിൽ കയറി വരുന്നത് ഈ വീടിന്റെ ഐശ്വര്യം തന്നെയായിരിക്കും. ഐശ്വര്യല്ല, ആപത്ത്. ഭാഗ്യലക്ഷ്മി ഒരിക്കൽ കൂടി ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് എന്റെ മാനം കളയാനാ അമ്മയുടെ തീരുമാനമെങ്കിൽ ഇവിടത്തെ കോലായിൽ അവൾക്കുള്ള വെള്ളവിരിയും നിലവിളക്കും ചന്ദനത്തിരിയും കരുതിയിരിക്കും ഈ ശിവകാമി. അവള് വരട്ടെ. ചെറിയമ്മാവൻ അങ്ങനെ പറയാം. അവളെ ഇവിടെ കൊണ്ടുവന്ന് കുടിയിരുത്തി കഴിഞ്ഞാ പിന്നെ എന്റെ അവസ്ഥ എന്താവൂന്ന് അമ്മാവൻ ഓർത്തിട്ടുണ്ടോ? എങ്ങനെയെങ്കിലും അവളുടെ വരവിനെ തടയണം. നിന്റെ അവസ്ഥയ്ക്ക് ഒരു കോട്ടവും വരില്ല. അവളും അമ്മയും കൂടി ഒന്നിച്ചാ ആ വീട്ടിൽ നിന്ന് പിന്നെ ഞാൻ പുറത്താ. ഭാഗ്യലക്ഷ്മിയുടെ ഈ വരവ് തടയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അതെന്താ അങ്ങനെ? അതങ്ങനെയാ. മാത്രമല്ല, ഭാഗ്യലക്ഷ്മി ഇപ്പോ അവിടെ നിന്റെ അടുത്ത് ഉണ്ടാവുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. കൈയെത്തുന്നിടത്ത് അവളുണ്ടെങ്കിൽ വൈശാഖത്തിലെ വാവ് വരെയൊന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല. ആ വീട്ടിൽ വെച്ച് തന്നെ ഭാഗ്യലക്ഷ്മിയെ തീർക്കാൻ കഴിയുമെന്നാണോ ചെറിയമ്മാവൻ പറയുന്നത്? തീർച്ചയായും. നാളെയല്ലേ അവൾ വരുമെന്ന് പറഞ്ഞത്? ആയിരിക്കുമല്ലോ. പരദേവതയ്ക്ക് വേണ്ടി പട്ടുമെത്ത വരെ വിരിച്ചു കഴിഞ്ഞു പരമേശ്വരി അമ്മ. നാളെ ജ്യേഷ്ഠമാസത്തിലെ വെളുത്ത നവമി. രാഹുകാലത്തിലിറങ്ങിയാലും രാശി അവൾക്ക് അനുകൂലമാണ്. ഭയക്കണ്ട. നീ മനസ്സ് വച്ചാൽ ആ രാശി നമുക്ക് അനുകൂലമാക്കാം. ഞാൻ മനസ്സ് വച്ചല്ലോ. അതെ. ചില കർമ്മങ്ങൾ ചെയ്താൽ വന്ന് കയറുന്ന ദിവസം തന്നെ അവൾക്കുള്ള സ്വീകരണം മംഗളമാക്കാൻ നമുക്ക് പറ്റും. ഞാൻ എന്തിനും തയ്യാറാ. ഭാഗ്യലക്ഷ്മിയിലെ ദേവീ ചൈതന്യം കുറയ്ക്കണം. ചൈതന്യ ലോഭം വന്നു കഴിഞ്ഞാൽ റാഹേലിൽ നിന്നും അവൾക്ക് പ്രത്യേകമായി എന്തെങ്കിലും കഴിവോ ശക്തിയോ പകർന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കുറയും. കുറയൊന്നുമല്ല, അത് അശേഷം ഇല്ലാതാവും. ഞാൻ എന്താ വേണ്ടത്? പറയാം. കാളിയാർ മഠത്തിൽ പരമേശ്വരി അമ്മയുടെ അടുത്തേക്കുള്ള അവളുടെ ഈ വരവ് അവൾക്ക് കാരാഗൃഹത്തിലേക്കുള്ള വരവായിരിക്കണം. അവിടെ വന്നു കിട്ടിയ ചോറ്റാനിക്കരമ്മയുടെ വരദാനമാണ്. ദേവീ ചൈതന്യം ഉള്ളവളാണെന്നൊന്നും ഞാൻ നോക്കില്ല. ചവിട്ടി അരയ്ക്കും ഞാൻ അവളെ. ഭാഗ്യലക്ഷ്മിയെ ദേവിയെ കാണേണ്ട ആവശ്യമൊന്നും എന്റെ മോക്കില്ല. അവളെ അപമാനിച്ചതുകൊണ്ടോ ചവിട്ടിത്താത്തിയതുകൊണ്ടോ ഒരു ദൈവദോഷവും മോൾക്കുണ്ടാവാനും പോകുന്നില്ല. അഥവാ എന്തെങ്കിലും വന്നാൽ ഞാനില്ലേ നിനക്ക്? ആ ഒരു ഉറപ്പില്ല ഞാൻ. അവള് വരട്ടെ. ഇപ്പോ ഞാനും അത് തന്നെ ആഗ്രഹിക്കുന്ന. ഭാഗ്യലക്ഷ്മി വലതുകാല് വെച്ച് എന്റെ വീട്ടിൽ വരുന്ന നിമിഷം. കുറെ കാലം കാളിയാർ മഠത്തിൽ ദാസ്യപ്പണി ചെയ്തവളവള്. രണ്ടാമതിപ്പോ ക്ഷണിച്ചു വരുത്തുന്നത് എന്തായാലും അതേ ദാസ്യപ്പണിക്ക് വേണ്ടി ആയിരിക്കില്ല. പുത്തനച്ചി പുരപ്പുറം തൂക്കെന്ന് പറഞ്ഞതുപോലെ ആ വീടും പുറവും എല്ലാം തൂത്തുവാരി വൃത്തിയാക്കി വച്ചിട്ടുണ്ട് അവളുടെ രണ്ടാനമ്മ പരമേശ്വരി അമ്മ. ഒരിക്കൽ ആട്ടി ഇറക്കിയവളെ പിന്നീടൊരിക്കൽ ആനയിച്ചോണ്ട് വരുന്നത്. എങ്ങനെയൊക്കെ ആനയിച്ചോണ്ട് വന്നാലും ഭാഗ്യലക്ഷ്മിയുടെ സ്ഥാനം അവിടുത്തെ അടുക്കള വാതിലിന് പുറത്തായിരിക്കും. അവിടെ തന്നെ ആയിരിക്കണം. റാഹേൽ അമ്മയിൽ നിന്നും ഭാഗ്യലക്ഷ്മിക്ക് പ്രത്യേകമായി എന്തെങ്കിലും ശക്തി പകർന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ശക്തിക്ക് കോട്ടം സംഭവിക്കണം. അതിന് ഞാനൊരു ലോഹത്തകിട് തരാം. യന്ത്രമെഴുതിയ ലോഹത്തകിട്. അതിനു മുകളിൽ ജപിച്ചു തരുന്ന മഞ്ഞളും നെയ്യും സമം ചേർത്ത് പുരട്ടി പഠിപ്പിച്ചു തരുന്ന മന്ത്രം 101 തവണ ഉരുവിട്ട് ഇന്ന് അസ്തമയം കഴിഞ്ഞ്
7:30 നാഴിക കഴിയുമ്പോൾ അത് കൊണ്ടുപോയി ഭാഗ്യലക്ഷ്മി കടന്നു വരാൻ സാധ്യതയുള്ള ഉമ്മറപ്പടിയിൽ സ്ഥാപിക്കണം. ഉമ്മറപ്പടിയിലോ? മുൻവശത്തുകൂടി ആയിരിക്കില്ലേ ഭാഗ്യലക്ഷ്മി വീട്ടിനകത്തേക്ക് കയറുന്നത്? അതെ. ഞാൻ മന്ത്രിച്ചു തരുന്ന തകിടിന് താഴത്തുകൂടി അവൾ നടന്നു പോകണം. അങ്ങനെ പോയാൽ അവള് വീഴും. നമ്മൾ വിചാരിച്ചതുപോലെ ക്ഷണനേരം കൊണ്ട് ഭാഗ്യലക്ഷ്മിക്ക് ചൈതന്യം നഷ്ടപ്പെടാൻ തുടങ്ങും. ഉമ്മറപ്പടിയിലൂടെ മറ്റാരെങ്കിലും കടന്നു പോയാൽ ഞാനോ അമ്മയോ? ഇല്ല, ഒന്നും സംഭവിക്കില്ല. ഭാഗ്യലക്ഷ്മിയുടെ നക്ഷത്രം നോക്കി ഗണിച്ചുണ്ടാക്കിയ ഒരു മന്ത്രവാദ തകിടാണിത്. അതിന്റെ ശക്തി മറ്റാരിലേക്കും വരില്ല. ഭാഗ്യലക്ഷ്മിയിലേക്ക് മാത്രമേ അത് പകരുകയുള്ളൂ. കാളിയാടനെ അടിച്ചിറക്കിയ ഏട്ടത്തിയുടെ മനസ്സിൽ കാണും പ്രതീക്ഷകൾ. ഇഷ്ടദേവതയെ അടുത്ത് കിടത്തി താലോലിക്കാനുള്ള അതിയായ മോഹം. ആ യന്ത്രം സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ മിത്രവും ശത്രുവായി മാറും. പൂവിട്ട് പൂജിക്കാൻ പോകുന്നവർ തന്നെ പകയോടെ വിഷം ചീറ്റും. അവര് രണ്ടുപേരും കൊത്തിപ്പിരിയണം. നമ്മൾ വിചാരിച്ചതുപോലെ ഭാഗ്യലക്ഷ്മി ആ യന്ത്രം മുറിച്ചു കിടന്ന് അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്കാണ് ജയം. അവളെ മുൻവാതിലൂടെ അകത്ത് കയറ്റുന്ന കാര്യം ഞാനേറ്റു. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഭാഗ്യലക്ഷ്മിയുടെ ആദ്യത്തെ വരവ്, അവൾ വീട്ടിനകത്തേക്ക് പ്രവേശിക്കുന്ന ആദ്യത്തെ ചുവട്, അത് മുൻവശത്തുകൂടി തന്നെ ആയിരിക്കണം. മറ്റേതെങ്കിലും വഴിക്ക് അവൾ അകത്ത് കയറാനിടയായാൽ യന്ത്രത്തിന്റെ ശക്തി നഷ്ടപ്പെടും, ശ്രമവും വിഫലമാവും. ആ യന്ത്രം കൊണ്ട് പിന്നെ ഒരു കാര്യം ഉണ്ടാവില്ല. എന്നുവച്ചാൽ ഒരു തവണ അവൾ വീട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആ തകിട് വെറും ചെമ്പുലോഹ മാത്രമായി മാറുമെന്നർത്ഥം. മനസ്സിലായി. വേറെ ഒരു വഴിക്കും അവള് വീട്ടിലേക്ക് കയറില്ല. അകത്തേക്ക് കടക്കണമെങ്കിൽ മുൻവാതിലൂടെ തന്നെ വേണ്ടിവരും. എങ്കിൽ അശേഷം ഭയം വേണ്ട. ഭാഗ്യലക്ഷ്മി വീഴും. പല്ലി മുറിച്ചിടുന്ന വാല് പോലെ വീണ് കിടന്ന് പെടയും. എന്റെ ഈശ്വര, നാളെ ഭാഗ്യലക്ഷ്മി ഈ യന്ത്രത്തിന്റെ ചുവട്ടിലൂടെ തന്നെ കടന്നു പോണേ. അവളെ ഉമ്മറപ്പടി കിടന്ന് പിടയ്ക്കുന്ന കാഴ്ച എനിക്ക് കാണിച്ചു തരണേ ഈശ്വര. എന്റെ ചോറ്റാനിക്കരി അമ്മേ, ഈ വീട്ടിലെ എന്റെ അവസാനത്തെ പ്രാർത്ഥനയാ. ഇവിടെ നിന്നും ഭാഗ്യലക്ഷ്മി പോവാ. എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം അത് ഇവിടെ ഈ വീട്ടിലായിരുന്നു. വല്യമ്മച്ചിയും സൈമണും ഞാനും ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന ഒരുപാട് സന്തോഷം നിറഞ്ഞ ദിവസങ്ങൾ ഈ വീട്ടിൽ എനിക്ക് അമ്മ തന്നു. ഇവിടെ നിന്നിറങ്ങുമ്പോ ഒന്നേ പ്രാർത്ഥിക്കാനുള്ളൂ, അപേക്ഷിക്കാനും ആവശ്യപ്പെടാനും ഒന്നേ ഉള്ളൂ. ഒരു കൂടപ്പിറപ്പിനെ പോലെ എന്നെ കൊണ്ടു നടന്ന എന്റെ സൈമണ് നന്മ വരുത്തണേ. എന്റെ ചോറ്റാനിക്കര അമ്മേ.
സൈമ, ഇവിടെ നിറങ്ങുമ്പോ സൈമന്റെ മുമ്പിൽ കരയരുതെന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് കഴിയുന്നില്ല. നാളെ ഭാഗ്യലക്ഷ്മിയുടെ ഭാവി എന്താവെന്നുള്ള സംശയം ബാക്കിയുണ്ട്. പരമേശ്വരിയമ്മയല്ല, ശിവകാമി. അവളെ സൂക്ഷിക്കണം. കുടിക്കുന്ന വെള്ളത്തിൽ പോലും അവളെ വിശ്വസിക്കരുത്. എന്തെങ്കിലും ബുദ്ധിമുട്ട് നിനക്കവിടെ തോന്നിയാ പിന്നെ മറ്റൊന്നും ഓർക്കണ്ട, എന്നെ വിളിച്ചാൽ മതി. ഞാനവിടെ എത്തിയിരിക്കും. വിളിക്കാം. വിഷമിക്കരുത്. സന്തോഷത്തോടെ ഇറങ്ങിപ്പോകുന്നൊരു അനിയത്തെ എനിക്ക് കാണേണ്ടത്. ചുറ്റുമുള്ളവരെ പേടിച്ചിട്ടല്ലേ? അല്ലെങ്കിൽ ഈ യാത്ര പറച്ചിലിന്റെ ഒരാവശ്യമില്ലായിരുന്നല്ലോ. അത് മാത്രമല്ല, കാളിയാടന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തുകൊണ്ടും അവിടെയാണ് നല്ലതെന്ന് തോന്നി. പരമേശ്വരമ്മ പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ അവിടെ തന്നെയാണ് ഇപ്പൊ എന്തുകൊണ്ടും പറ്റിയ സ്ഥലം. എനിക്കറിയാം, സൈമണിന് ഒരുപാട് വിഷമം തോന്നുന്നുണ്ടാവും. വല്യമ്മച്ചിയും ഞാനും എല്ലാവരും സൈമണെ വിട്ട് പോവാണെന്ന് ഓർക്കുമ്പോ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. എന്നായാലും അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ളതല്ലേ. ഇപ്പൊ ഭാഗ്യലക്ഷ്മിയുടെ നിലനിൽപ്പാണ് എനിക്ക് പ്രധാനം. സൈമണോട് ഞാൻ യാത്ര പറയില്ല. ഇത്രയും കാലവും ഒരു പെങ്ങളെ പോലെ എന്നെ കൊണ്ടു നടന്നതിന് നന്ദിയും പറയില്ല. പറഞ്ഞ അത് കുറച്ചിലായി പോവും. മനസ്സിലെപ്പോഴും പറയാതെ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമുണ്ട്. ഇനി അത് പറയാതെ വയ്യ.